വീണ്ടും ട്രെൻഡ്സിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീക്ക് എബോള എന്ന സംശയം. സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 52 വയസ്സുകാരിയാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇവർ നിരീക്ഷണത്തിലാണ്. ജി ശ്രീജിത്ത് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇവരുടെ പരിശോധനാ ഫലങ്ങൾ എപ്പോൾ ലഭിക്കും? അതിനുശേഷം മാത്രമാണല്ലോ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയുക. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? രേണുക, കടുത്ത പനി ഇവർക്കുണ്ടായിരുന്നു. ഇവർ സൗത്ത് സുഡാനിൽ നിന്നാണ് എത്തിയത്. പാലാ സ്വദേശിനിയാണ്. 52 വയസ്സുണ്ട്. ഇവർക്ക് കടുത്ത പനിയെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. സ്വാഭാവികമായിട്ടും ഡോക്ടർമാർ ഇവരുടെ യാത്രാ ഹിസ്റ്ററി ഉൾപ്പെടെ ചോദിച്ചപ്പോഴാണ് ഇവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോ എബോള കൂടി പരിശോധിക്കാൻ തീരുമാനിച്ചത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഈ രാജ്യത്ത് കാര്യമായി എബോള വ്യാപനം ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എബോള കൂടി പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. തിരുവനന്തപുരത്തെ ലാബിലേക്ക് നിലവിൽ പ്രാഥമികമായി ഇത് അയച്ചിട്ടുണ്ട്, സാമ്പിൾ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. അതായത് ഈ ആദ്യം ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇവർ ചികിത്സ തേടിയത്. പക്ഷേ ഈ ഹിസ്റ്ററി, ഇവരുടെ യാത്രാ ഹിസ്റ്ററി ഉൾപ്പെടെ കണ്ടതോടുകൂടിയാണ് മറ്റ് പനികളാണോ എന്ന സംശയം കൂടിയാണ് മെഡിക്കൽ കോളേജിലേക്ക് പരിചരണത്തിനായി എത്തിച്ചത്. നിലവിൽ ഗുരുതരാവസ്ഥയിലൊന്നുമല്ല ഇവർ. പനിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പരിശോധനാ ഫലം വന്ന ശേഷം മാത്രമായിരിക്കും ഇത് എബോളയാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. രേണുക, വായുവിലൂടെയോ വെള്ളത്തിലൂടെയോ ഒന്നും പകരുന്ന രോഗമല്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്ന ഒരു ആശ്വാസമുണ്ട്. എന്നാൽ വകഭേദം വന്ന എബോള വൈറസുകൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ തരത്തിലുള്ള മരണം ഒക്കെയും ആശങ്കപ്പെടുത്തുന്നതുമാണ്. ഇവിടെ എന്തൊക്കെ പ്രതിരോധ നടപടികൾ, ഈ ഫലം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണോ അതോ അതിനു മുൻപ് തന്നെ ഐസൊലേഷനിലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്തൊക്കെ ആ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഉണ്ട്? രേണുക, ഇവരുമായി സമ്പർക്കമുള്ളവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതല്ലാതെ ഒരു പൊതുജനാരോഗ്യ മൊത്തത്തിൽ ജില്ലയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ജാഗ്രതാ നിർദ്ദേശം ഒന്നും നൽകിയിട്ടില്ല. അതിനുള്ള സമയവും ആയിട്ടില്ല. ഇവരുടെ യാത്രാ ഹിസ്റ്ററിയാണ് ഈ സൗത്ത് സുഡാനിൽ നിന്ന് വന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവർക്ക് എബോള സംശയിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ എല്ലാ സാധ്യതകളും പരിശോധിക്കണമല്ലോ ഒരാൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ. പനിയാണ്, സമാനമായ രീതിയിലുള്ള ചെറിയ ഈ പനി പോലുള്ളത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തുന്നതാണ്. അതൊരു പ്രോട്ടോകോളാണ്. ആ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പരിശോധന നടന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യമായ മറ്റ് ജാഗ്രത കൂടുതൽ ജില്ലയ്ക്കാകെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശം ഒന്നും നിലവിൽ നൽകിയിട്ടില്ല. രേണുക, ശരി. എന്തായാലും സൗത്ത് സുഡാനിൽ നിന്ന് ഉഗാണ്ട വഴിയാണ് അവർ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സംശയം മാത്രമാണ്. വിശദമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇതിൽ സ്ഥിരീകരണം ഉണ്ടാവുക. എന്തായാലും ഇതുവരെ കോൺടാക്റ്റിൽ വന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് ശ്രീജിത്ത് സൂചിപ്പിക്കുന്നത്. മറ്റ് ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴില്ല എന്നതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. എന്നാൽ ഈ വിഷയത്തെ ജാഗ്രതയോടുകൂടി തന്നെ സമീപിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പകർച്ചപ്പനികൾ പടർന്നു പിടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ആരോഗ്യ മേഖലയിലെ ഒരു ജാഗ്രതയുടെ കൂടി ഭാഗമാണ്. കൃത്യമായ പരിശോധനകൾ നടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ട്രാവൽ ഹിസ്റ്ററിയുള്ള സുഡാനിൽ നിന്ന് ഉഗാണ്ട വഴി എത്തിയ വ്യക്തി എന്ന നിലയിൽ അവരുടെ രോഗലക്ഷണങ്ങളിൽ എബോള ആണോ എന്ന സംശയത്തിലുള്ള പരിശോധനകൾ കൂടി നടക്കുന്നു എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്.